പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നേഹമുള്ള സഹോദരൻ, വിശുദ്ധ ഗ്രന്ഥ വായനയിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാർക്ക് അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുക, ഈശോ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവ ക്ഷമിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപങ്ങൾ പിടിക്കപ്പെടുന്നവ പിടിക്കപ്പെടും. അപ്പൊ പാപമോചനത്തിന് അധികാരം കൊടുക്കുന്ന ഭാഗം യോഹന്നാൻ ശ്ലീഹ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് സഭയുടെ ജന്മദിനമാണ്. എല്ലാവർക്കും ജന്മദിനമുണ്ട്. ജന്മദിനം ആളുകൾ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. നടപടി പുസ്തകത്തിലെ വിവരണം അനുസരിച്ച് അപ്പോസ്തലന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് തീതാവുകളുടെ രൂപത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം സ്വീകരിച്ച അവര് ഭയമില്ലാതെ ജെറുസലം ദേവാലയത്തിന്റെ അങ്കണത്തിൽ താഴെ അവിടെ കൂടിയിരുന്ന ആളുകളോട് യേശുവിനെ പറ്റി പ്രസംഗിക്കുകയാണ്. പത്രോസ് ശ്ലീഹായാണ് എഴുന്നേറ്റ് പ്രസംഗിച്ചത്. നസ്രായനായ യേശുവിനെ പറ്റി യഹൂദ നേതാക്കന്മാര് കുൽസിത മാർഗങ്ങളുടെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുശൽ തറച്ചു കൊന്ന യേശുവിനെ പറ്റി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി, ഇങ്ങനെ പുനരുത്ഥാനം ചെയ്ത യേശു, ആ യേശുവിനെ പറ്റിയാണ് പ്രസംഗിച്ചത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. അതാണ് ഏർലി കെരിഗ്മ എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ രക്തചുരുക്കം. കർത്താവിന്റെ പീഡാനുഭവ കുരിശുമരണം ഉയർത്തും. അപ്പോൾ ആ കേട്ട ആളുകൾ വിവിധ നാടുകളിൽ നിന്നും ആ നാട്ടിൽ വന്നിട്ടുള്ളവരാ. പെന്തക്കോസ്താ പെരുന്നാൾ യഹൂദന്മാർക്കുണ്ടായിരുന്നു, അത് ആഘോഷിക്കാൻ വന്നവരാണ്. അവരെ വിവിധ ഭാഷകളിൽ തങ്ങളുടേതായിട്ടുള്ള ഭാഷകളിൽ കേട്ടുള്ളതാണ് ഭാഷാപരം. അവര് യഹൂദന്മാർ അക്കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്നവരാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ദീർഘമായി യാത്ര ചെയ്ത് ജെറുസലമിൽ എത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആത്മീയമായിട്ടുള്ള നിർവൃതിയായിരുന്നു. അതുകൊണ്ട് അവർ വരുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളെല്ലാം യേശുവിനെ പറ്റി പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ടു. ഇങ്ങനെ കേട്ടവര് ഒരു ചോദിക്കാൻ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? യേശുവിന്റെ രക്ഷാകര കർമ്മത്തെ പറ്റിയൊക്കെ അവർ കേട്ടു, ഉയർപ്പിനെ പറ്റി കേട്ടു, നിത്യം ജീവിക്കുന്നവരായ യേശുവിനെ പറ്റി അവർ ശ്രമിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മാംസ സ്വീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ മാംസ സ്വീകരിക്കണം. അവരുടെ പുസ്തകത്തിൽ പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുവിൻ, ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം പഠിച്ചിട്ടുള്ളതെല്ലാം ആചരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, ഞാൻ ലോകാവസാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 3000-ഓളം ആളുകള് മാമോദിസ സ്വീകരിച്ചുകൊണ്ട് സഭയിലെ അംഗമായി തീർന്നു. അതാണ് സഭയുടെ ജന്മദിനം. ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ് ഇപ്പോഴത്തെ പുസ്തകങ്ങളിൽ. AD 70 ദേവാലയം നശിച്ചു. ദേവാലയം നശിച്ചു കഴിഞ്ഞാൽ ആത്മീയ ഭോജനത്തിന് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് സീനായി മലയിൽ വെച്ച് നൽകിയ ഉടമ്പടിക്കൊക്കെ അവർ നന്ദി പറഞ്ഞിരുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിരുന്നു. ഈ പെന്തക്കോസ്താ എന്ന് പറഞ്ഞാൽ 50ാമത് എന്നുള്ളതാണ്. പെസഹാ തിരുനാള് കഴിഞ്ഞിട്ട് 50ാം ദിവസമാണ് പെന്തക്കോസ്താ തിരുനാൾ ആചരിക്കുന്നത്. അതിനു മുമ്പ് വിളവെടുപ്പ് തിരുനാളായിട്ട് യഹൂദരുടെ ഇടയിൽ ആചരണങ്ങൾ ഉണ്ടായിരുന്നു, പെന്തക്കോസ്താ ആചരണങ്ങൾ. അങ്ങനെ ഇവിടെ ഈ പെന്തക്കോസ്താ തിരുനാൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹൂദന്മാരുടെ പെന്തക്കോസ്താ തിരുനാളിൽ നമ്മുടെ പെസഹാ തിരുനാൾ ശേഷം 50ാമത്തെ ദിവസമാണ് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പെന്തക്കോസ്താ തിരുനാൾ നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഉന്നതങ്ങളിൽ നിന്നും ശക്തി പ്രാപിക്കുന്നവരെയും
നഗരത്തിൽ തന്നെ വസിക്കുമെന്ന് ലൂക്ക 24:49 പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതരായിട്ട് ഇരിക്കാനായിട്ട് ലൂക്കാ സുവിശേഷകനിൽ പറയുന്നുണ്ട്. പല നടപടി 2:14 പറയുന്നുണ്ട്, കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദം. കൊടുങ്കാറ്റ് വീശുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകുന്നു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു, എഴുന്നള്ളി വന്നു, അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതാണ് നടപടി 2:14 പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർക്ക് ഭയമില്ലാതായി. യഹൂദന്മാരെ ഭയപ്പെടാതെ വചനം പ്രഘോഷിക്കാനായിട്ട് കഴിഞ്ഞു. നസ്രായനായ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രഘോഷിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് വിമോചിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം. പഴയത്തിലേക്ക് വന്നാല് മോശയ്ക്ക് ദർശനമുണ്ടായി. പഴയ നിയമത്തില് പുറപ്പാടിന്റെ പുസ്തകം 3:2 മോശ കത്തി ജ്വലിക്കുന്ന മുൾപ്പടർപ്പിന്റെ ദർശനം. കത്തിയ എരിഞ്ഞടങ്ങി തീരുന്നില്ല. അപ്പൊ അവിടെയാണ് മോശയോട് പറയുന്നത്, നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന് എടുത്തു മാറ്റുക എന്ന് പറയുന്നത്. അതുപോലെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 6:6 പറയുന്നുണ്ട്, പീഠത്തിൽ നിന്നെടുത്ത തീക്കട്ട ഏഷ്യയുടെ അധരങ്ങളെ സ്പർശിച്ചു, എന്നിട്ട് നീ ശുദ്ധീകരിക്കുക, നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് മാലാഖ ഏഷ്യ പ്രവാചകനോട് പറയുകയാണ്. എന്തിനാ ശുദ്ധീകരിച്ചത്? വചനം പ്രഘോഷിക്കാൻ വേണ്ടി. അങ്ങനെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ട അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് ഏഷ്യ പ്രവാചകൻ. അതുകൊണ്ട് വചനം നാവിൽ വെച്ചിരിക്കുക. ഏഷ്യയുടെ നാവിൽ വെച്ച ആ തീക്കട്ട വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുകൊണ്ടാണ് ചില ആരാധനാക്രമങ്ങളിൽ തീക്കട്ട എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ പാപമോചക ശക്തിയും വിശുദ്ധീകരണ ശക്തിയുമാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ പിടിക്കപ്പെടുന്നു അവ പിടിക്കപ്പെട്ടിരിക്കുന്ന ചെയ്യുകയാണ്. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. സൃഷ്ടിക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ റൂഹ എന്നാണ് ഹിബ്രു പദം അതിൻ്റെ. അതുപോലെ ഗ്രീക്കിലെ പ്നെയുമ, ഇതിന്റെയൊക്കെ അർത്ഥം കാറ്റ്, ശ്വാസം, അരുവി, ആത്മാവ്. ഇതാണ് രണ്ട് ആത്മാവിന്. അതുപോലെ ഗ്രീക്കിൽ പാരക്കിലത്ത എന്ന് പറഞ്ഞാൽ സഹായകൻ വരുമ്പോഴൊന്ന് നമ്മൾ പറയാറുണ്ട്, സഹായകനാണ് പരിശുദ്ധാത്മാവ്. പാരക്കിലത്ത എന്ന് പറഞ്ഞാൽ സഹായകൻ. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ദൈവപുത്രന് ജന്മം നൽകുക. പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മ ഗർഭവതിയായി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. യേശു ദൈവപുത്രനാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 1:31 പറയുന്നുണ്ട്. ദൗത്യ നിർവഹണത്തിന് യേശുവിന് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ലൂക്ക 4:18 യേശുവിനെ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമൻസ് 8:11 യേശു കർത്താവാണ് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 1 കൊരിന്ത്യർ 12:3 സൂചിപ്പിക്കുന്നുണ്ട്. നമ്മെ ദൈവയുടെ മക്കളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവാണ്. റോമൻസ് ഉള്ള ലേഖനത്തിൽ 8:14 പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സാക്ഷികളായി തീരുന്നത്, നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളായി തീരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നടപടി 11:24 വിശ്വാസികളെ സ്നേഹസമൂഹമായിട്ട് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നടപടി 2:12 പറയുന്നുണ്ട്. സ്നേഹ സമൂഹമായിരുന്നു ആദിമസഭയിലെ വിശ്വാസികൾ. ഒരേ ആത്മാവോടുകൂടി ഐക്യത്തിൽ ജീവിച്ചിരുന്നു. ഒരു സ്നേഹ സമൂഹമായിരുന്നു, പങ്കുവെക്കുന്ന സമൂഹമായിരുന്നു, ആരാധിക്കുന്ന സമൂഹമായിരുന്നു. ഒരേ ബലിയർപ്പിക്കാൻ അപ്പം വിൽക്കൽ ശുശ്രൂഷയ്ക്ക് കർത്താവിന് ദിവസമായി ഞായറാഴ്ച ഒന്നിച്ചു കൂടുന്ന സമൂഹം. എല്ലാ നടപടി പുസ്തകത്തിൽ പറയുന്നു. വിവിധ ഭാഷകളിൽ ഓരോരുത്തരും കേട്ടു. മാതൃഭാഷയിൽ അപ്പസ്തോലന്മാർ സംസാരിച്ചത് വിവിധ ഭാഷകളിൽ മറ്റുള്ളവർ കേട്ടുവെന്നാണ്. യോഹന്നാൻ 16 പറയുന്നുണ്ട്. പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്.
അപ്പോൾ പാപത്തെയും നീതിയെയും ന്യായവിധിയെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ശ്ലീഹാ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പന്തക്കുസ്താവിലുള്ള 7 ആഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്ലീഹാ കാലമായിട്ട് വളരെ സഭയുടെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആ കാലഘട്ടം ശ്ലീഹാ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവര് സ്ലീഹന്മാരുടെ പന്തക്കുസ്താ തിരുനാളിന് ശേഷമുള്ള സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനം വഴിയായിട്ട് സഭയ്ക്ക് രൂപഭാവങ്ങൾ നൽകുകയും സഭ വികസനമാകുകയും ഒത്തിരി വിശ്വാസികൾ സഭയിലേക്ക് വരികയും അങ്ങനെ സഭയുടെ വളർച്ചയുടെ ആരംഭം കുറിക്കുന്ന കാലഘട്ടമാണ് ശ്ലീഹാ കാലം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, സഭയിലെ കൂട്ടായ്മ, സുദൃഢമായ വിശ്വാസികളുടെ ബന്ധം, സഭയുടെ പ്രേക്ഷിത സ്വഭാവം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം, സഭയുടെ സ്നേഹക്കൂട്ടായ്മയിൽ പങ്കുചേരൽ, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നതാണ്. ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ. നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവെ, അനുതാപത്തിന്റെ അരുവി ഞങ്ങൾക്ക് തരണമേ. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. എല്ലാ വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവെ, യേശുവിന്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ, അവിടുത്തെ സമാശ്വാസത്തിന്റെ ശീതളഛായയിൽ ഞങ്ങളെ നിർത്തണമേ. സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ. അഗതികളുടെ ആശ്രയവും വരങ്ങളുടെ ദാതാവുമായ പരിശുദ്ധാത്മാവെ, അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമർത്ഥമായ അവിടുത്തെ സമൃദ്ധിയാൽ, അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റണമേ. മനസ്സിന്റെ ശൂന്യത മാറ്റി ഹൃദയം ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായി പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ. സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ. ഐക്യത്തിന് നിദാനമായ പരിശുദ്ധാത്മാവെ, അകന്നുപോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ. ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ സമ്മേളനങ്ങളെ അങ്ങ് നയിക്കുകയും ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. മകളാത്മസന്തോഷത്തോടും പ്രത്യേകത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണ അപേക്ഷിക്കാം.